ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് ഇയർബഡ്സുകൾ. ജോലി ചെയ്യുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും വ്യായാമം ചെയ്യുമ്പോഴും എന്തിനേറെ ഉറങ്ങുമ്പോൾ പോലും ഇയർബഡ്സുകൾ ഉപയോഗിക്കുന്നവരാണ് നമ്മൾ. സൗകര്യം അതാണ് ഈ കുഞ്ഞിനെ നമുക്കിടയിൽ ഇത്രയേറെ പ്രിയങ്കരനാക്കിയത്. 24 മണിക്കൂറും കാതിനുള്ളിൽ പതുങ്ങിയിരിക്കുന്ന ഈ ഇയർബഡ്സുകൾക്കുള്ളിൽ ഒരു വില്ലൻ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് പറഞ്ഞാലോ തമാശയല്ല, ഇതൊരു സത്യമായ കാര്യമാണ്. എങ്ങനെയാണെന്നല്ലേ? അതിനു മുൻപ് ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാം. അവസാനമായി നിങ്ങൾ എപ്പോഴാണ് നിങ്ങളുടെ ഇയർബഡ്സ് വൃത്തിയാക്കിയത്? കൃത്യമായ ഒരു ഉത്തരം ഇല്ല അല്ലേ? പലരും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല എന്നതാണ് സത്യം. എന്നാൽ കേട്ടോളൂ, നമ്മുടെ സ്മാർട്ട് ഫോണിനേക്കാൾ കൂടുതൽ ബാക്ടീരിയകൾ ഒരു വൃത്തിയില്ലാത്ത ഇയർബഡ്സിൽ ഉണ്ടാകുമെന്നാണ് സത്യം. അതേ, കൃത്യമായി വൃത്തിയാക്കാത്ത ഇയർബഡ്സുകൾ നിങ്ങളെ ഗുരുതര രോഗികളാക്കും. നമ്മുടെ ചെവിയിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒന്നാണ് ഇയർ വാക്സ്. ഇത് സത്യത്തിൽ ചെവിയെ സംരക്ഷിക്കാനാണുള്ളത്. എന്നാൽ നമ്മൾ ഇയർബഡ്സ് വെക്കുമ്പോൾ ഈ വാക്സ് ബഡ്സിന്റെ അറ്റത്തുള്ള മെഷീനിൽ പറ്റിപ്പിടിക്കുന്നു. അതിനൊപ്പം അന്തരീക്ഷത്തിലെ പൊടിയും വിയർപ്പും ചേരുമ്പോൾ അതൊരു വലിയ അഴുക്ക് പാളിയായി മാറുന്നു. നഗ്നനേത്രങ്ങൾ കൊണ്ട് നോക്കിയാൽ വലിയ പ്രശ്നമൊന്നും തോന്നില്ലെങ്കിലും മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ ലക്ഷക്കണക്കിന് ബാക്ടീരിയകളുടെ ആവാസ കേന്ദ്രമാണ് ഇതെന്ന് നമ്മൾ തിരിച്ചറിയും. ഇനി ഇതെങ്ങനെയാണ് പ്രശ്നക്കാരൻ ആവുന്നതെന്ന് നോക്കാം. ചെവിയിലെ വാക്സും വിയർപ്പും കലർന്ന ഇയർബഡ്സ് ദീർഘനേരം ചെവിക്കുള്ളിൽ ഇരിക്കുമ്പോൾ അവിടെ വായു സഞ്ചാരം നിലയ്ക്കുന്നു. ഇത് ബാക്ടീരിയകൾക്ക് വളരാൻ പറ്റിയ സാഹചര്യം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇത് പുറം ചെവിയിൽ കടുത്ത വേദനയ്ക്കും നീരിനും കാരണമാകുന്നില്ല. ചെവിക്കുള്ളിൽ ചൊറിച്ചിൽ അനുഭവപ്പെടാറുണ്ട് എങ്കിൽ അത് ഫംഗസ് ബാധയാവാം. വൃത്തിയില്ലാത്ത ബഡ്സുകൾ ഉപയോഗിക്കുന്നത് വഴി ഫംഗസ് ചെവിക്കുള്ളിൽ വളരുകയും കഠിനമായ ചൊറിച്ചിലും വെള്ളം വരുന്നത് പോലുള്ള അവസ്ഥയും ഉണ്ടാകുന്നു. ഇയർബഡ്സിലെ അഴുക്കും അതിലുപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലിലെ രാസവസ്തുക്കളും ചേർന്ന് ചെവിയിലെ സെൻസിറ്റീവായ ചർമ്മത്തിന് തടിപ്പും അലർജിയും ഉണ്ടാക്കും. നമ്മുടെ ചെവിക്ക് ഒരു സ്വയം വൃത്തിയാക്കൽ സംവിധാനമുണ്ട്. എന്നാൽ ഇയർബഡ്സ് നിരന്തരം ഉള്ളിലേക്ക് അമർത്തി വെക്കുമ്പോൾ സ്വാഭാവികമായി പുറത്തേക്ക് വരേണ്ട മെഴുക്ക് ഉള്ളിലേക്ക് തള്ളപ്പെടുകയും അത് കട്ടിയായി കേൾവിയെ ബാധിക്കുകയും ചെയ്യുന്നു. തീർന്നില്ല, ഇക്കൂട്ടത്തിലെ പ്രധാന വില്ലൻ വരാൻ പോകുന്നതേയുള്ളൂ. മറ്റാരുമല്ല, ഷെയറിംഗ്. ചിലപ്പോഴൊക്കെ സുഹൃത്തുക്കൾ പാട്ട് കേൾക്കാനായി നിങ്ങളുടെ ഇയർഫോൺ ചോദിക്കാറില്ലേ? അത് നൽകുന്നത് വായനശാലയിലെ പുസ്തകം നൽകുന്നത് പോലെയല്ല. ഓരോരുത്തരുടെയും ചെവിയിലെ ബാക്ടീരിയകൾ വ്യത്യസ്തമാണ്. മറ്റൊരാളുടെ ബഡ്സ് ഉപയോഗിക്കുന്നതിലൂടെ അവരുടെ അണുബാധകൾ നിങ്ങളിലേക്ക് നേരിട്ടെത്തുകയാണ് ചെയ്യുന്നത്. ഇത് പൂർണ്ണമായും ഒഴിവാക്കേണ്ട ഒന്നാണ്. ചില ലളിതമായ കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ഈ പ്രശ്നത്തെ ഒരു പരിധി വരെ തടയാനാകും. ഓരോ ഉപയോഗത്തിന് ശേഷവും മൃദുവായ തുണി ഉപയോഗിച്ച് ബഡ്സ് വൃത്തിയാക്കണം. 2 ആഴ്ചയിലൊരിക്കൽ ചെറിയ അളവിൽ ആൽക്കഹോൾ ഒരു പഞ്ഞിയിൽ മുക്കി ബഡ്സിന്റെ പുറംഭാഗം വൃത്തിയാക്കാം. സ്പീക്കർ മെഷീനിൽ നേരിട്ട് ഒഴിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. മെഷീനിൽ ഇരിക്കുന്ന അഴുക്ക് കളയാൻ മൃദുവായ ടൂത്ത് ബ്രഷ് ഉപയോഗിക്കാം. ബഡ്സ് വെക്കുന്ന ചാർജിംഗ് കേസിനുള്ളിലും അഴുക്കുണ്ടാകും, അതും വൃത്തിയാക്കണം. നമ്മുടെ വിനോദങ്ങൾ ഒരിക്കലും ആരോഗ്യത്തിന് ഭീഷണിയാവരുത്. ദിവസവും 10 സെക്കൻഡ് മാറ്റിവെച്ച് ഇയർബഡ്സ് ഒന്ന് തുടയ്ക്കുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല. നമ്മുടെ വിനോദങ്ങൾ ഒരിക്കലും ആരോഗ്യത്തിന് ഭീഷണിയാവരുത്. ദിവസവും 10 സെക്കൻഡ് മാറ്റിവെച്ച് ഇയർബഡ്സ് ഒന്ന് തുടയ്ക്കുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല. ഇതുവഴി ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. ഓർക്കുക, പ്രതിരോധമാണ് ചികിത്സയേക്കാൾ നല്ലത്.